മുട്ടുവേദന എന്ന് കേൾക്കുമ്പോൾ തന്നെ അതിൻ്റെ ഒപ്പം കേൾക്കുന്ന മറ്റൊരു വാക്കാണ് മുട്ടുമാറ്റിവെക്കൽ ശസ്ത്രക്രിയ. എന്നാൽ എല്ലാ മുട്ടു തേയ്മാനത്തിനും മുട്ടുമാറ്റിവെക്കൽ ശസ്ത്രക്രിയ മാത്രമാണോ പരിഹാരം? അതിൻ്റെ ഉത്തരം അല്ല എന്നാണ്. എൻ്റെ പേര് ഡോക്ടർ അനൂപ് ആർസി, കൺസൾട്ടൻറ്റ് ഓർത്തോപീഡിക് ആൻഡ് ജോയിൻറ്റ് റീപ്ലേസ്മെൻറ്റ് സർജൻ, ലക്ഷ്മി ഹോസ്പിറ്റൽ, പനയപ്പള്ളി. മുട്ട് തേയ്മാനം ആദ്യത്തെ സ്റ്റേജുകളിലാണെങ്കിൽ മുട്ട് മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ആവശ്യമില്ല. പലതരം ചികിത്സാ രീതികൾ ഇന്ന് നിലവിൽ അവൈലബിൾ ആണ്. ഒന്നാമതായി ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ. ശരീരത്തിൻ്റെ അമിതവണ്ണം മുട്ടിൽ കൊടുക്കുന്ന അമിതമായ സ്ട്രെസ്സിലൂടെ പലപ്പോഴും മുട്ടു തേയ്മാനം ഉണ്ടാകുന്നത്. ആഹാര രീതിയിലെ മോഡിഫിക്കേഷൻസിലൂടെ കാർബോഹൈഡ്രേറ്റ് കുറയ്ക്കുന്നതിലൂടെയും പ്രോട്ടീൻ, വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ് എന്നിവയുടെ അളവ് കൂട്ടുന്നതിലൂടെയും നിങ്ങളുടെ മുട്ടിനെ ശക്തിപ്പെടുത്തുകയും മുട്ടുവേദന, മുട്ടു തേയ്മാനം കുറയ്ക്കാൻ സാധിക്കുന്നതാണ്. രണ്ടാമതായി വ്യായാമം. മുട്ടിൻ്റെ ബലത്തിന് പ്രധാനമായും ഘടകങ്ങളായ 2 മസിലുകളാണ്. ഒന്ന് ക്വാഡ്രിസെപ്സ്, 2 VMO. ഈ 2 മസിലുകളുടെ ശക്തിപ്പെടുത്തുന്നതിലൂടെ, ഈ പേശികളുടെ ശക്തിപ്പെടുത്തുന്നതിലൂടെ, ഫിസിയോതെറാപ്പിയിലൂടെയും എക്സസൈസുകളിലൂടെയും ഇത് സാധ്യമാണ്. ഈ മസിലുകൾ ശക്തിപ്പെടുത്തുന്നതിലൂടെ മുട്ടിൻ്റെ തേയ്മാനവും വേദനയും ഏർലി സ്റ്റേജുകളിൽ കുറച്ച് നിർത്തുകയും ഫർദർ സ്റ്റേജുകളിലേക്ക് പ്രോഗ്രസ് ചെയ്യുന്നത് പ്രിവെൻറ്റ് ചെയ്യുകയും ചെയ്യാവുന്നതാണ്. മൂന്നാമതായി ജോയിൻറ്റ് സപ്ലിമെൻറ്റ്സ്. ആഹാരത്തിനൊപ്പം തന്നെ കഴിക്കാൻ കഴിയുന്ന ഡയസറിൻ, ഗ്ലൂക്കോസമിൻ എന്നിവ അടങ്ങിയ ഗുളികകൾ മുട്ടിലെ തേയ്മാനം സംഭവിച്ച തരുണാസ്ഥി അഥവാ കാർട്ടിലേജിൻ്റെ വളർച്ചയെ സഹായിക്കുന്നു. നാലാമതായി പലതരം ഇഞ്ചക്ഷനുകളാണ്. ഹൈലറോണിക് ആസിഡ് ഇഞ്ചക്ഷൻ, സ്റ്റിറോയിഡ് ഇഞ്ചക്ഷനുകൾ. ഇതിൽ ഹൈലറോണിക് ആസിഡാണ് കുറച്ചുകൂടി സുപ്പീരിയർ ആയിട്ടുള്ള ഇഞ്ചക്ഷൻ. നമ്മുടെ മുട്ടിലുള്ള സൈനോവിയൽ ഫ്ലൂയിഡിൻ്റെ അതേ വിസ്കോസിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്ന, ആർട്ടിഫിഷ്യലായി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹൈലറോണിക് ആസിഡ് ഇഞ്ചക്ഷനുകൾ ഇന്ന് വിപണിയിൽ അവൈലബിൾ ആണ്. ഇതുകൂടാതെ പലതരം ചികിത്സാ രീതികൾ, ഫോർ എക്സാമ്പിൾ റീജനറേറ്റീവ് മെഡിസിൻ, PRP ട്രീറ്റ്മെൻറ്റ്, അഡിപ്പോസ് ട്രീറ്റ്മെൻറ്റ്, സ്റ്റെം സെൽ തെറാപ്പി എന്നിവയും മുട്ടുവേദനയ്ക്ക് ഇന്ന് മോഡേൺ മെഡിസിനിൽ അവൈലബിൾ ആണ്. നന്ദി.